ദ്വാരക AUP സ്കൂൾ വാർഷിക റിപ്പോർട്ട് 2018-19. പ്രിയരെ, ദ്വാരകയിലെ വിദ്യാഭ്യാസ ഭൂമികയിലെ സജീവ സാന്നിധ്യമായ ദ്വാരക AUP സ്കൂളിൻ്റെ 66ാമത് വാർഷികവും രക്ഷാകർതൃദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന മാർഗരറ്റ് ടീച്ചർക്കുള്ള യാത്രയയപ്പും സമുചിതമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. വിദ്യാലയ ചരിത്രം. 1953-ൽ നല്ലൂർനാട് അധികാരിയായിരുന്ന ശ്രീ CK നാരായണൻ നായരുടെ മാനേജ്മെൻറ്റിൽ ആരംഭിച്ച വിദ്യാലയം 1968-ൽ തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി റവറൻഡ് ഫാദർ ജോർജ് കഴുകച്ചാലിൽ വാങ്ങിച്ചു. പിന്നീട് മാനന്തവാടി രൂപത സ്ഥാപിതമായപ്പോൾ വിദ്യാലയം മാനന്തവാടി കോർപ്പറേറ്റിൽ ലയിച്ചു. മാനന്തവാടി രൂപത മെത്രാൻ മാർ ജോസ് പൊരുന്നേടത്തിൻ്റെ രക്ഷാകർതൃത്വത്തിൽ റവറൻഡ് ഫാദർ ജോൺ B. ജോർജ് പൊൻപാറയ്ക്കൽ കോർപ്പറേറ്റ് മാനേജരായി സേവനം ചെയ്യുന്ന കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ വിദ്യാലയം പ്രവർത്തിച്ചു വരുന്നു. വിദ്യാലയം ഇന്ന് റവറൻഡ് ഫാദർ ജോസ് തേക്കനാടി മാനേജരായും ശ്രീ സജി ജോൺ പ്രധാനാധ്യാപകനായും പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിൽ 33 അധ്യാപകരും ഒരു അനധ്യാപകനും സേവനമനുഷ്ഠിക്കുന്നു. മെൻ്റർ ടീച്ചർ രജിത, കമ്പ്യൂട്ടർ ടീച്ചർ സുനീറ എന്നിവരുടെ സേവനവും ലഭ്യമാണ്. LP, UP വിഭാഗങ്ങളിലായി 1268 കുട്ടികൾ വിദ്യ അഭ്യസിക്കുന്നു. അറബി, ഉറുദു, സംസ്കൃതം എന്നീ ഭാഷാ പഠന സൗകര്യവും വിദ്യാലയത്തിലുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിൽ 1 മുതൽ 7 വരെ 664 കുട്ടികൾ പഠിക്കുന്നു. കഴിഞ്ഞ മാർച്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഹെഡ് മാസ്റ്റർ ഷാജി വർഗീസ്, അധ്യാപകരായ ആഗ്നസ് ജോൺ, ജോസഫ് PD, സിസ്റ്റർ മേരി K. മാത്യു, ഹെഡ് മിസ്ട്രസ്സായി സ്ഥാനക്കയറ്റം ലഭിച്ച ലിസി തോമസ്, ഹൈസ്കൂൾ നിയമനം ലഭിച്ച സിന്ധു AV, സ്ഥലമാറ്റം ലഭിച്ച റീന ജോസഫ് എന്നിവർ വിദ്യാലയത്തിൻ്റെ വളർച്ചയിൽ നിസ്തുലമായ പങ്കുവഹിച്ചവരാണ്. അവരുടെ സേവനങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇവർക്ക് പകരമായി യഥാക്രമം ഹെഡ് മാസ്റ്ററായി സജി ജോൺ, അധ്യാപകരായി സിസ്റ്റർ ഷീന കുര്യൻ, മാർഗരറ്റ് CJ, ഹർഷ തോമസ്, സ്റ്റെഫി തോമസ്, സിസ്റ്റർ ബിജി പോൾ, വിജു KC എന്നിവർ വർഷാദ്യം നിയമിക്കപ്പെട്ടു. 2018 ജൂൺ 1 പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. വാർഡ് മെമ്പർ, സ്കൂൾ മാനേജർ, PTA തുടങ്ങിയവർ പ്രവേശനോത്സവത്തിന് നേതൃത്വം നൽകി. സ്കൂൾ ബാൻഡിൻ്റെ അകമ്പടിയോടെ പൂവും അക്ഷരക്കാർഡുകളും നൽകി നവാഗതരെ സ്വീകരിച്ചു. പഞ്ചായത്ത് തല പ്രവേശനോത്സവം നമ്മുടെ വിദ്യാലയത്തിലായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA വിദ്യാലയത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സഹായ സഹകരണങ്ങൾ PTAയുടെ ഭാഗത്തു നിന്ന് നിർലോഭം ലഭിച്ചു വരുന്നു. ഈ വർഷം ശ്രീ മനോജ് കുഴുവേലിൽ PTA പ്രസിഡന്റായും ഷീജ മാത്യു MBTA പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് 18 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു. മാസം തോറും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉടനെ ക്ലാസ് PTAകൾ വിളിച്ചു ചേർക്കുകയും പഠന നിലവാരത്തെപ്പറ്റി ചർച്ച ചെയ്യുകയും പോരായ്മകൾ പരിഹരിക്കുവാൻ SRG വഴി പഠനതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ഈ വർഷം PTAയുടെ സഹായത്തോടെ 6 ക്ലാസ് മുറികൾ ഷട്ടറിട്ട് വേർതിരിക്കുവാൻ കഴിഞ്ഞു. കമ്പ്യൂട്ടർ ലാബ് നവീകരിച്ചു. ഓഡിയോ വിഷ്വൽ തിയേറ്റർ ഹൈടെക് മിനി തിയേറ്ററാക്കി മാറ്റി. ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണത്തിലൂടെ വിദ്യാലയത്തെ കൂടുതൽ ആകർഷകമാക്കുവാനും കഴിഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളായ 10ാം ക്ലാസ് +2 വിഭാഗം ഫുൾ A+ വിജയികളെ PTAയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് ശ്രദ്ധേയമായി. ശിശുദിനവും PTAയുടെ നേതൃത്വത്തിൽ ഗംഭീരമാക്കി. ദ്വാരകയുടെ വീഥികളെ പുളകം കൊള്ളിച്ച് ശിശുദിന റാലി നാസിക് ബാൻഡിൻ്റെ അകമ്പടിയോടെ വേറിട്ടതായി മാറി. കുട്ടികൾക്ക് രുചികരമായ ഉച്ചഭക്ഷണവും നൽകി. കുട്ടികളുടെ പ്രധാനമന്ത്രി നിർമ്മൽ മാത്യു, സ്പീക്കർ മെറിൽ ബിൻ ഗ്രേസ് എന്നിവർ ശിശുദിന സന്ദേശം നൽകി. വിവിധ ക്ലബ്ബുകൾ, കബ്ബ്, ബുൾബുൾ യൂണിറ്റ്, സ്കൗട്ട് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, കുട്ടി പോലീസ്, നല്ല പാഠം യൂണിറ്റ്, വിവിധ ഭാഷാ ക്ലബ്ബുകൾ, ആരോഗ്യ ക്ലബ്ബ് തുടങ്ങി 20ഓളം ക്ലബ്ബുകൾ വിദ്യാലയത്തിൻ്റെ ജീവനാഡികളായി പ്രവർത്തിക്കുന്നു. വിവിധ ദിനാചരണ സന്ദേശങ്ങൾ കുട്ടികളിലെത്തിക്കുവാൻ ഉതകും വിധമുള്ള പ്രവർത്തനങ്ങൾ ക്ലബ്ബുകൾ നടപ്പിലാക്കുന്നു. കുട്ടികൾക്ക് പൊതുവിജ്ഞാനം ലഭിക്കുവാനും ആനുകാലിക മാറ്റങ്ങൾ അറിയുവാനും ദിവസവും വായനാ ക്ലബിൻ്റെ നേതൃത്വത്തിൽ പത്രവായന നടത്തുന്നു. വാർത്താടിസ്ഥാനത്തിൽ എല്ലാ മാസവും മുഴുവൻ കുട്ടികൾക്കും ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. 1 ഡേ 1 ക്വസ്റ്റ്യൻ പ്രവർത്തനത്തിലൂടെ കുട്ടികൾ ചോദ്യോത്തരം ശേഖരിക്കുന്നു. ഈ വർഷം പഠനോത്സവം, ശാസ്ത്രരംഗം, ശാസ്ത്ര കൗതുകം എന്നിവയിലൂടെ കുട്ടികൾക്ക് കൂടുതൽ അറിവും അവസരവും ലഭിച്ചു. അക്ഷര വെളിച്ചം
വിദ്യാലയത്തിൻ്റെ മികവ് പ്രവർത്തനങ്ങളിൽ ഏറെ പിന്തുണ ലഭിച്ച പ്രവർത്തനമാണിത്. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന 2 മുതൽ 7 വരെയുള്ള കുട്ടികൾക്ക് ദിവസവും അധ്യയന സമയത്തിന് ശേഷം 3:45 മുതൽ 4:30 വരെ പ്രത്യേക പരിശീലനം നൽകി വരുന്നു. മുഴുവൻ അധ്യാപകരും ഇതിന് നേതൃത്വം നൽകുന്നു. 7ാം ക്ലാസ് പൂർത്തിയാക്കുന്ന മുഴുവൻ കുട്ടികളും ലേഖന വായനശേഷി കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ ശ്രദ്ധ, മലയാളത്തിളക്കം, ഹലോ ഇംഗ്ലീഷ് തുടങ്ങിയ പരിശീലനങ്ങളും നടപ്പിലാക്കി വരുന്നു. പഠനത്തിൽ മുന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിജയജ്യോതി എന്ന പേരിൽ പരിശീലനം നൽകുന്നു. LSS, USS പരീക്ഷ എഴുതുന്നവർക്ക് ഇതിലൂടെ അധിക പരിശീലനം ലഭിക്കുന്നു. കഴിഞ്ഞ വർഷം നന്ദ M, ആദിത് കൃഷ്ണ എന്നിവർക്ക് USSഉം പാർവതി S എന്ന കൊച്ചുമിടുക്കിക്ക് LSSഉം ലഭിച്ചത് നമ്മുടെ സ്കൂളിന് ഒരു ഉത്തേജനമായി. മേളകൾ, നേട്ടങ്ങൾ. ഈ വർഷം പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ LP, UP ഉപജില്ലാതല മേളകളില്ലാത്തതിനാൽ സ്കൂൾ തല കലാകായിക, ശാസ്ത്ര, പ്രവൃത്തി പരിചയ, വിദ്യാരംഗം, അറബിക്, ഉറുദു, സംസ്കൃതം മേളകൾ ഹൗസ് അടിസ്ഥാനത്തിൽ നടത്തുകയുണ്ടായി. മേളകളുടെ സമാപന സമ്മേളനവും സമ്മാന വിതരണവും PTAയുടെ സാന്നിധ്യത്തിൽ വേറിട്ട ചടങ്ങായി. വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ന്യൂമാസ് പരീക്ഷയിൽ ഫായിസ് T, മുഹമ്മദ് നിഹാൽ, അർച്ചന ER എന്നിവർ സംസ്ഥാനതല മത്സരത്തിന് അർഹരായി. പൂർവ്വ വിദ്യാർത്ഥിയും കായിക താരവുമായ എൽഗ തോമസ് ഇത്തവണയും ദേശീയതല മത്സരത്തിൽ സ്വർണ്ണ ജേതാവായി. സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ 9 പേർ സ്കോളർഷിപ്പിന് അർഹരായി. ഉറുദു ജില്ലാതല ടാലൻറ്റ് ഫെസ്റ്റിൽ ഷഹല ഷെറിൻ, ഉവൈസ്, നാജിയ എന്നിവർ വിജയികളായി. അറബിക് കൈയെഴുത്ത് മാസിക മുത്തുകൾ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടുകയുണ്ടായി. UP വിഭാഗത്തിലെ മുഴുവൻ കുട്ടികളും ഹിന്ദി കൈയെഴുത്ത് മാസിക തയ്യാറാക്കിയത് ഏറെ ശ്രദ്ധേയമായി. ഗോത്ര ഫെസ്റ്റിൽ 24 കുട്ടികൾ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഉപജില്ലാതല സാമൂഹ്യശാസ്ത്ര അഭിരുചി പരീക്ഷയിൽ ഹൃദി R ഗിരി, അർച്ചന ER എന്നിവർ 3ാം സ്ഥാനം നേടി. ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ വായന മത്സരത്തിൽ അഞ്ജന സുരേഷ് മികച്ച ചൈൽഡ് റിപ്പോർട്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസംഗ മത്സരത്തിൽ നിർമ്മൽ മാത്യു ജില്ലാതലത്തിൽ 2ാം സ്ഥാനം നേടി. ശാസ്ത്ര പ്രൊജക്ട് സമർപ്പണ മത്സരത്തിൽ സൈഫ CK, കൃഷ്ണേന്ദു AS എന്നീ വിദ്യാർത്ഥികൾ ഇൻസ്പയർ അവാർഡിന് അർഹരായി. 20,000 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ലഭിച്ചു. പ്രൊജക്റ്റ് സംസ്ഥാനതല മത്സരത്തിന് അർഹത നേടി. വിവിധ ജില്ലാതല ക്വിസ് മത്സരങ്ങളിൽ നിർമ്മൽ മാത്യു, പ്രണവ് S പ്രേം, മാനസ് കൃഷ്ണ എന്നിവർ വിജയികളായി. നല്ല വായനാശീലമുള്ള ഈ കുട്ടികൾ വിദ്യാലയത്തിനൊരു മുതൽക്കൂട്ടാണ്. വിദ്യാലയത്തിൻ്റെ അക്കാദമിക മികവ് ഉയർത്തിയ മുഴുവൻ പ്രതിഭകളെയും അഭിമാനത്തോടെ സ്മരിക്കുകയാണ് ഈ അവസരത്തിൽ. മാനവികതയുടെ ഈണവും താളവും തെറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ നേർവഴിക്ക് നയിക്കുവാൻ ക്ലാസ്സുകളിൽ സന്മാർഗം പഠിപ്പിക്കുകയും തുടർ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. മുതിർന്ന കുട്ടികൾക്ക് കൗൺസിലിംഗും നൽകി വരുന്നു. ഈ വർഷം മുഴുവൻ കുട്ടികൾക്കും നിയമ ബോധവൽക്കരണ ക്ലാസുകൾ നൽകി. മാനന്തവാടി കോടതിയിലെ അഭിഭാഷകനായ ശ്രീ പ്രമോദ്, ശ്രീമതി LB മാത്യു എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഈ വർഷം വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും BRCയുടെയും നേതൃത്വത്തിൽ നടന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വിദ്യാലയം വേദിയായി. ഉപജില്ലാ സ്കൗട്ട് ഗൈഡ് ക്യാമ്പ്, ബോധവൽക്കരണ ക്ലാസുകൾ, വാർത്താ വായന മത്സരം, NSS ക്യാമ്പ്, ഉപജില്ലാ അറബിക് ദിനാചരണ മത്സരങ്ങൾ, ശാസ്ത്രരംഗോദ്ഘാടനം, ഉച്ചഭക്ഷണ ഓഫീസേഴ്സ് പ്രോഗ്രാം, സാമൂഹ്യപാഠ അഭിരുചി പരീക്ഷ, ദേശീയ സമ്പാദ്യ പദ്ധതി ആരംഭം, SCERTയുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ്, ഇംഗ്ലീഷ് തിയേറ്റർ ക്യാമ്പ് തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നാം ആതിഥേയരായി. സ്കൂൾ അസംബ്ലി ആഴ്ചയിൽ തിങ്കൾ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ അസംബ്ലി നടത്തുന്നു. 9:30 പ്രാർത്ഥനയുടെ പഠന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. 9:45 മുതൽ 3:45 വരെയാണ് പഠന സമയം. ഈ വർഷം LP വിഭാഗം അസംബ്ലി വേറെ തന്നെ നടത്തുന്നത് കുട്ടികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി. ബുധനാഴ്ച LP UP ഒരുമിച്ച് അസംബ്ലി നടത്തുന്നു. അന്നേ ദിവസം പൂർണ്ണമായി ഇംഗ്ലീഷ് ഭാഷയിലാണ് അസംബ്ലി നടത്തുന്നത്. കുട്ടികളുടെ കായികക്ഷമത, അച്ചടക്കം, ശുചിത്വം, സമയനിഷ്ഠ എന്നിവ കായിക അധ്യാപകൻ്റെ നേതൃത്വത്തിൽ നിരീക്ഷിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. ബുധനാഴ്ച എല്ലാ കുട്ടികളും സ്പോർട്സ് യൂണിഫോം ധരിച്ചെത്തുന്നത് ഏറെ ആകർഷകമാണ്. സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ കുട്ടികളിൽ എത്തിക്കുന്നതിനായി സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് രീതിയിലൂടെ നടപ്പിലാക്കി. സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ ഏർപ്പെടുത്തിയും നഖങ്ങളിൽ മഷി പുരട്ടിയും തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി. LP വിഭാഗം ലീഡറായി നിർമ്മൽ മാത്യുവും UP വിഭാഗം ഫസൽ VSഉം ഡെപ്യൂട്ടി ലീഡറായി മെറിൽ ബിൻ ഗ്രേസും തിരഞ്ഞെടുക്കപ്പെട്ടു. വേറിട്ട പ്രവർത്തനങ്ങൾ. വിദ്യാലയത്തിലെ നല്ല പാഠം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നിരവധി നന്മ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. കുട്ടികൾക്കും തദ്വാര സമൂഹത്തിനും ഒട്ടേറെ ഗുണപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെ കഴിഞ്ഞ 4 വർഷവും ജില്ലാതലത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം ജില്ലയിൽ 2ാം സ്ഥാനം നേടിയതിലൂടെ 15,000 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും വിദ്യാലയത്തിന് ലഭിക്കുകയുണ്ടായി. ചുറ്റുമുള്ള സമൂഹത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ അവാർഡ്. ഈ വർഷവും നിരവധി പ്രവർത്തനങ്ങൾ നാം നടത്തി. വായന വസന്തത്തിലൂടെ പത്തിൽക്കുന്ന് കോളനിയിൽ വായനശാല സ്ഥാപിച്ചു. ക്ലാസ് ലൈബ്രറി, അമ്മ വായന കൂട്ടായ്മ, സ്നേഹസ്പർശം, ഹോം ലൈബ്രറി മത്സരം, അടുക്കളത്തോട്ട നിർമ്മാണ മത്സരം, കുട്ടികർഷക അവാർഡ്, പച്ചക്കറിച്ചന്ത, ക്വിസ് കോർണർ തുടങ്ങി ധാരാളം പ്രവർത്തനങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. പ്രളയക്കെടുതിയിൽ വീട് ഭാഗികമായി തകർന്ന 3 കൂട്ടുകാർക്ക് സ്നേഹവീടൊരുക്കുവാൻ നമുക്ക് കഴിഞ്ഞു. സഹായനിധിയിലൂടെ 50,000 രൂപയാണ് നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞത്. ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് ഭക്ഷണം പാകം ചെയ്ത് നൽകിയതും വേറിട്ടൊരു പ്രവർത്തനമായി മാറി. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിലൂടെ സമരറ്റൻ ഭവനിലെ അന്തേവാസികളിൽ പോയ കാലത്തിൻ്റെ മധുര സ്മരണകൾ ഉണർത്തുവാൻ നല്ലപാഠം കൂട്ടുകാർക്ക് കഴിഞ്ഞു. സമ്മാനം നേടുക എന്നതിലപ്പുറം സമൂഹത്തിലെ പ്രശ്നങ്ങൾ അറിയുവാനും അതിന് പരിഹാരം കാണുവാനും കുരുന്നു മനസ്സുകളിൽ കാരുണ്യത്തിൻ്റെ ഉറവ നിറയ്ക്കുവാനും നല്ലപാഠം പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു. കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ കുട്ടികൾ രചിച്ച കേരളം ഏവർക്കും ദൃശ്യവിസ്മയമായി. പഠനയാത്ര. കുട്ടികൾക്ക് വിനോദവും വിജ്ഞാനവും പകരുന്നതാണ് പഠനയാത്രകൾ. ഇത്തവണ അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയിലേക്കായിരുന്നു നമ്മുടെ യാത്ര. 2 വാഹനങ്ങളിലായി UP വിഭാഗത്തിൽ 100ഓളം കുട്ടികൾ യാത്രയിൽ പങ്കെടുത്തു. LP വിഭാഗത്തിൽ നിന്ന് 60 കുട്ടികൾ ബേപ്പൂർ സുൽത്താൻ്റെ നാടായ കോഴിക്കോട്ടേക്കാണ് പോയത്. SC ST വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും, മുസ്ലിം, OBC, OEC, മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന അർഹരായ വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കും സർക്കാരിൽ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് ഗ്രാൻറ്റുകൾ വിതരണം ചെയ്തു വരുന്നു. സൗജന്യ യൂണിഫോം മുഴുവൻ കുട്ടികൾക്കും വിതരണം ചെയ്തു. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, മുട്ട, പാൽ എന്നിവ എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകി വരുന്നു. ഗോത്രവിഭാഗം കുട്ടികളുടെ ഗോത്രസാരഥി പദ്ധതിയും നല്ല രീതിയിൽ നടപ്പിലാക്കി വരുന്നു. ആരോഗ്യ ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം, അയൺ ഗുളിക വിതരണം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, പ്രഥമ ശുശ്രൂഷ എന്നിവ യഥാക്രമം നൽകി വരുന്നു. കുട്ടികളുടെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആവശ്യമായ ചികിത്സകൾ നൽകുവാൻ കുട്ടികളെ മെഡിക്കൽ ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കുന്നു. അധ്യാപക പരിശീലനങ്ങൾ. SSA, ഡയറ്റ്, BRC എന്നിവയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന എല്ലാ അധ്യാപക പരിശീലനങ്ങളിലും അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് അധ്യാപകർ പങ്കെടുക്കുന്നു. ആഴ്ചയിൽ 1 ദിവസം വിഷയാടിസ്ഥാനത്തിൽ SRG യോഗം ചേരുകയും ചർച്ച ചെയ്ത് തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. ഉപജില്ലയിൽ അധ്യാപക പരിശീലന കേന്ദ്രം കൂടിയാണ് നമ്മുടെ വിദ്യാലയം. ഈ അധ്യയന വർഷം വിദ്യാഭ്യാസ ഓഫീസർ, BPO, BRC കോർഡിനേറ്റേഴ്സ്, ഉച്ചഭക്ഷണ ഓഫീസർ എന്നിവർ വിദ്യാലയം സന്ദർശിക്കുകയും പ്രവർത്തനങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. കബ്ബ് ബുൾബുൾ യൂണിറ്റ്, ജൈവവൈവിധ്യ ഉദ്യാനം, പഠനോത്സവം, അക്ഷര വെളിച്ചം പദ്ധതി, ഹൈടെക് മിനി തിയേറ്റർ, ക്വിസ് കോർണർ, സ്കൂൾ അസംബ്ലി, പച്ചക്കറി ചന്ത എന്നിവ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചില പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഭൗതിക അക്കാദമിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് സ്മാർട്ട് ക്ലാസ് റൂം, സ്മാർട്ട് മിനി തിയേറ്റർ തുടങ്ങി ആധുനിക സൗകര്യങ്ങളുമായി വിജ്ഞാനത്തിൻ്റെ പുതുവഴികൾ തുറന്ന് ദ്വാരക AUP സ്കൂൾ നേട്ടങ്ങളുടെ നെറുകയിലേക്ക് കുതിക്കുകയാണ്. വിദ്യാലയത്തെ ഇന്നിൻ്റെ പ്രൗഢിയിലെത്തിക്കുവാൻ സഹായിച്ച എല്ലാ സ്രോതസ്സുകളെയും നന്ദിയോടെ സ്മരിക്കുന്നു. അകാലത്തിൽ പൊലിഞ്ഞ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാർ ജസ്വിൻ ഷിനോജ്, ജോസ്വിൻ ഷിനോജ് എന്നീ വിദ്യാർത്ഥികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.